നിന്നാ കേൾക്കാമലോടാ നിന്റെയൊക്കെ ബഹളം. പഠിക്കുന്ന കാര്യത്തിൽ ഇത്ര ശ്രദ്ധയുണ്ടോ നിനക്കൊക്കെ? സാറ് സൈക്കിൾ ഞാൻ കൊടുക്കത്തില്ലെന്ന് പറയാം. എന്ത് നിന്റെ സൈക്കിള്? എന്റെ സൈക്കിളായത്. ആ സൈക്കിൾ കൊണ്ടുവന്ന് വെളിയൊക്കെ ഇവിടെ പോവാ. സൈക്കിൾ കൊണ്ടുവെക്കാം. അതിൽ നീ സൈക്കിൾ ക്ലാസ്സിൽ കൊണ്ടുവന്നോ? ഇല്ല, ആ കയറി ഇരിക്കാം. എന്തൊരു കേട്ടോ ഉടനെ ഞങ്ങൾ ചാടി പോവാ. നിന്നെ ഞാൻ നോട്ടപ്പള്ളിയാക്കി വെച്ചിരിക്കോ കേട്ടോ. പിള്ളേരാരും ഇല്ലല്ലോ ടൂർ വരുന്ന സാറ് നമ്മളെ കൊല്ലും. നമ്മൾ രണ്ടുപേ ഉള്ളൂ. ബാക്കി ഈ ബെഞ്ചൊക്കെ വെളിയിൽ കിടക്കുന്ന കുട്ടികളെല്ലാം ടൂറിന് പോയിരിക്കും അല്ലയോ? ആണോ? സാറന്മാരും പോയിട്ടുണ്ട്. അപ്പൊ ഞാനായിരിക്കും ഇവിടുത്തെ 5 വിഷയങ്ങൾ നിന്നെ എടുക്കുന്നത്. അതാണ്. അഖിലുണ്ടോടാ? ഉണ്ട്. അനന്തോ? പ്രസിഡന്റ്. പ്രസിഡന്റോ? പ്രസന്റ്. ആ ലീന മേരി സിസ്റ്റോ വർഗീസ്. ഹസ്ബൻഡ് അല്ലടാ, ആബ്സെന്റ്. വരുണുണ്ടോ? വരുണിന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. മോഹൻലാൽ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കും. ദൃശ്യം സിനിമ ക്ലാസ്സിൽ പോലും വരാതിരുന്ന ദൃശ്യം സിനിമ കണ്ടോണ്ടിരുന്നുണ്ടോ? വരുണിന്റെ എനിക്കൂടെ ഇപ്പൊ കിട്ടിയത്. ടൂറിന് പോയി വരേണ്ട കാര്യം ചോദിച്ചത്. ഉണ്ണിയുണ്ടോ? ഉണ്ട് സാർ. അത് പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പോകാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. പോകാൻ മരുന്നൊന്നും ഇല്ലേ? മരുന്നൊക്കെ ഞാൻ തരാം കേട്ടോ. അതിനുള്ള മരുന്ന് അതേണ്ടിയിരിക്കുന്നത്. വളർത്തൊറ്റ വിടിയിൽ ഞാൻ അങ്ങ് വിടും. അപ്പൊ മലയാളം നമുക്കിന്ന് മലയാളത്തിന്റെ ക്ലാസ് അങ്ങ് തുടങ്ങാം. എന്റെ വിഷയം ഞാൻ പഠിപ്പിക്കുന്നതല്ല, ടീച്ചർ വിടില്ല. അതുകൊണ്ട് ഞാൻ മലയാളം അങ്ങ് എടുക്കുക. സാർ പഠിപ്പിച്ചു. മഞ്ചരിയുടെ ലക്ഷണം പറയണ. നീ പറ. മഞ്ചരി നീ പറയണ. പാസ്. ഒരുവിധം പാട്ടൊക്കെ പാടും. ഒരുവിധം അല്ല, നല്ലപോലെ പാടും. പിന്നെ ഇച്ചിരി ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. പിന്നെ കാണാനും വലിയ കുഴപ്പമില്ല. പാട്ടുകാരി മഞ്ചരിയുടെ ലക്ഷണമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നീ വാങ്ങിക്കും കേട്ടോ. സാറ് പറയട്ടെ. ശതകാകളി വൃത്തത്തിൽ 2ാം പാതേ 2 അക്ഷരം കുറഞ്ഞീടിൽ അതെന്തായിടും? മഞ്ഞേരി. റേഷനരി. 2 അക്ഷരം കുറയ്ക്കുമ്പോഴായി മഞ്ചരി. അതില്ലേ സാറേ? അത് കുറയ്ക്കാതിരുന്നാ പോലെ. അത് തന്നെ. 2 അക്ഷരം കുറഞ്ഞിടില്ല അത് മഞ്ചരി ആയിടും കേട്ടോ. അഖില് പറയണം കേട്ടോ. പദ്യം അറിയാമോ? പദ്യം എനിക്കറിയാം. ചെലന്തി അടിച്ചതിന്റെയാണോ മഞ്ഞപ്പിത്തത്തിന്റെയാണോ? മലയാളം പദ്യം അറിയാമെന്ന്. മലയാളം പദ്യം അല്ല. നീ കൊണ്ടുപോകാൻ പാട്ടില്ലേ അതോ? ഇതൊരു പാടം കേട്ടോ. മുന്തി കഴിഞ്ഞോ? മുന്തി കഴിഞ്ഞെങ്കിൽ അവിടെ ഇരി. എന്തിനു പഠിക്കാൻ വരുവാടാ? എനിക്കറിയത്തില്ല. ഒരു കാര്യം ചെയ്യ്. അടുത്ത നമുക്ക് ഭൂമിശാസ്ത്രം പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണോ? ആനാണ് വിഷയം. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഭൂമിയുടെ 3 അവസ്ഥകളുടെ പേര് പറ. പിന്നെയും പാസ്. നീ എല്ലാം കൂടെ എന്നെ നെഞ്ചത്തോട്ട് വെക്കാം. സംസാരിക്കാൻ പറയാം. ഹരം. രാഘവം. രാഘവനോ? രാഘവനല്ല. ഹരം രാവകം. 3ാമത് പറഞ്ഞുകൊണ്ട് അതിന്റെ പേര് പറ. അതെനിക്ക് വാതകമല്ല. ഞാൻ ഒപ്പിച്ചല്ല, സാർ ഒപ്പിച്ചെടുത്ത. അവനോട് സംസാരിക്കാൻ പോവാ. ഒരു കാര്യം ശ്രദ്ധിക്കരുത് കേട്ടോ. ഒരു കാര്യം. ജലത്തിന്റെ രാസനാമം പറയണം. നീ എഴുന്നേറ്റ് പറ. ഞാനോ? ജലത്തിന്റെ രാസനാമം. വെള്ളം. നിന്നോട് ചോദിച്ചോ? തേച്ചിട്ട് പോയോ? ഇല്ലയോ? അങ്ങനെ ശാസ്ത്രമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അടുത്ത നമുക്ക് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്നല്ലെന്നാൽ എന്താണ്? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി. ഒറ്റടി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഉത്തരം പറയണം കേട്ടോ. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനോ? പറ. ചാരിത്രം. ചാരിത്രം എല്ലാം കൂടെ കളയിപ്പിക്കരുത് ഞാൻ പറഞ്ഞേക്കാം. ചരിത്രം. പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുണ്ടക്കയം കഴിഞ്ഞ് കുമളി കഴിഞ്ഞ. അത് പീരിമേട്. പീരിമേടാണ്. പിരമിഡ് സ്ഥിതി ചെയ്യുന്ന എവിടെ വന്നു? എനിക്കറിയാം സാറേ. സാറ് പറ. സാറെന്ന് പറഞ്ഞ
എവിടാ സാറേ മറ്റേ മറ്റേ എവിടാ എവിടെ മുമ്പേ അയാൾ ചോദിച്ചില്ലേ? സാറിനോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറായില്ല. പിരമിഡിന് എവിടെയാണ് നിന്നോ? വാസ്കോടെ ഗാമ കാല് കുത്തിയത് എവിടെ? ചാപ്പാട്. ചാപ്പാട്, അത് ഉച്ചയ്ക്ക്. വാസ്കോട് ഗാമ കാല് കുത്തിയത് എവിടെ? കടപ്പാട്. ആരോട്? എന്നോടോ? എടാ കാപ്പാട്. കാപ്പാട്. നീ ഇത്തിരി റോങ് ആവുന്നുണ്ട് കേട്ടോ. ഇല്ല. എവറസ്റ്റ് കൊടുമുടിയുടെ കീഴിൽ കിടന്നത് കീഴടക്കിയത് ആര്? കീഴടക്കിയത് കീഴടക്കിയത് നീൽ. ഞാനോ? നീലല്ല, നീൽ ആംസ്ട്രോങ്. ഇവിടെ അത് ചന്ദ്രനിൽ പോയത് അവിടുന്ന് എളുപ്പമല്ലായിരുന്നോ? അവിടോട്ട് പോയി അതും കൂടെ കുത്തിയയച്ച് ഇതാരോട് പോരത്തില്ല. അതിലെന്റെ കുഞ്ഞമ്മയുടെ വീടാണോ തോന്നുമ്പോ കയറി പോകാനും ഇറങ്ങി വരാൻ? ഞാൻ ആ പുള്ളിയുടെ നന്മയ്ക്ക് പറഞ്ഞതാ. നന്മയ്ക്ക് പറഞ്ഞു. ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേരെന്താ? മൈന. ആ മൈന ഇങ്ങോട്ട് ഇറങ്ങി പോടാ. അടിക്കരുത്. ഇങ്ങോട്ട് വാ. അത് വലിച്ചു പിടി അങ്ങോട്ട്. വലിച്ചു പിടിക്കണ്ട, ഉടുക്ക് വായിക്കാനാണ്. അത് വലിച്ചു പിടി. ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേര് പറയണ. മൈനെ മയിലേ. പറയണ മയിലേ. മയിൽ. പോയിരിക്കും. ഒരു കിഴി നിയമത്തെ തള്ളി കിട്ടിയിട. കേരളത്തിന്റെ ദേശീയ പക്ഷിയുടെ പേര് പറ. വേലായുധൻ. ചെന്ന് മേടിക്കേ. കയ്യിലിടാ. വാ വിളിച്ചിരിക്കുന്ന കിളി. വാ വിളിച്ചിരിക്കുന്ന കിളിയുടെ പേരെന്തുവാ? ആദ്യം വേമ്പാഴൽ. വേമ്പാഴൽ. എനിക്കും അറിയാറില്ല. ആഗസ്റ്റ് 15-നെ കുറിച്ച് ഒരു 2 വാക്ക് പറയടാ. ആഗസ്റ്റ് 15 മമ്മൂട്ടിയുടെ പടമാണ്. ഷാജി കൈലാസ് ആണ് അതിന്റെ സംവിധായകൻ. ആ പടം നല്ല രീതിയിൽ ഓടിയില്ല, അതുകൊണ്ട് നിർമ്മാതാവ് നഷ്ടമായിരുന്നു. അടിപൊളി. ആ നിർമ്മാതാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ട്. അല്ല, OTT ഓടിയപ്പോ ലാഭമായിരുന്നു. ആ നിർമ്മാതാവ് ഏതാ? ആഗസ്റ്റ് 15-ന് നമുക്ക് എന്ത് കിട്ടും? മുട്ടായി കിട്ടും. അവധി കിട്ടി. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അത് കിട്ടി. ഏത് എന്തോ കിട്ടി? ഇപ്പം കിട്ടി. അതോടെ പോയിരിക്കും. സ്വാതന്ത്ര്യം കിട്ടാച്ച പാട. ഒന്നുമില്ലേ? ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തൂമ്പയല്ല, ഊന്താലി. എവിടെടാ? തുമ്പാണ് പന്തളം. പന്തളോ? എടാ തുമ്പോണല്ല, തുമ്പ. അതൊരു പൂവല്ലേ തുമ്പ? തുമ്പ പൂവാ സാറേ. പൂവായിരുന്നു. തുമ്പ പൂവാ ഇതായിരിക്കും. പുസ്തകത്തെ നോക്കിയിരിക്കടാ. തുമ്പ പൂ ഇല്ലയോടാ? ഉണ്ട്. സാറേ തുമ്പ എവിടാ? മറ്റേ തുമ്പ റോക്കറ്റ്. തുമ്പ പൂവുണ്ട്, തുമ്പ ചോറുണ്ട്, തുമ്പ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമുണ്ട്. മനസ്സിലായോ? ഇനി ആസ്ട്രേലിയയുടെ ഇങ്ങനെ വെച്ചൊരു അടിയൻ അങ്ങ് തരും. അടക്കി വെച്ച് കേട്ടോ. അടിക്കല്ലേ. ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം കങ്കുരു. എടാ കങ്കാരു. കൺകുരുന്ന്. എന്തുവായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിന്റെ പഠിത്തമൊക്കെ കണക്ക് നോക്കാം സാറേ. എല്ലാ വിഷയങ്ങളും ഇപ്പൊ എന്നെ കൊണ്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര അത് കണക്കാ. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ. നീ ഇങ്ങോട്ട് വാ. ഞാനോ? എഴുന്നേറ്റ് ചെല്ലടാ. അതിലോട്ട് പോടാ. ചെല്ലേ. ബോർഡിന്റെ അവിടെ ചെല്ലേ. ചെത്ത് കയറിക്കോടെ. തോക്കെടുക്കടാ. ഒറ്റ അടിയാൻ തരും ഞാൻ. തോക്കെടുക്കാൻ തല്ല് കൊള്ളായിരിക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞോളാം. മിണ്ടായിരിക്കും അവിടെ. ഇന്നത്തേക്കൊന്ന് എന്തോലും എഴുതടാ. വളച്ച് ഞാൻ പിടിഞ്ഞാൻ. പറഞ്ഞു കൊടുക്ക സാറേ. പറഞ്ഞു കൊടുക്ക അവൻ എഴുതാനുള്ളത്. ഒറ്റ കുത്തിയാൻ തരും. വായിക്ക്. ഒരു സമഭുജ ത്രികോണത്തിന്റെ സമഭുജ ത്രികോണത്തിന്റെ ഒരു സമഭുജ ത്രികോണത്തിന്റെ പാദകോണുകളുടെ അളവുകളുടെ തുക എത്ര? എഴുതിയോ? മിടുക്കൻ. എന്തുകൂടെ എഴുതി വെച്ചേക്കുന്നേ? സമം 0 ത്രികോണം. അവൻ പറഞ്ഞു പാദം കാല് പൊക്കി കാണിച്ചു. ഞാനിവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുവാണോ? ഞാൻ പറഞ്ഞില്ലേ തെറ്റാണ്. അതെന്തോ എഴുതിയേക്കുന്നത് എനിക്കും അവനും മനസ്സിലായി. പിന്നെന്തുവാ? എടോ വലിച്ചു അടി ഒടിഞ്ഞു. ഒരു കാര്യം ചെയ്യും. അതൊന്നും വേണ്ട. നമുക്ക്
നിങ്ങൾ ഈ കലാപരിപാടികളൊക്കെ പേര് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. പാട്ട് പാടുന്ന ആരൊക്കെയാണ് അവിടെ? ഞാൻ കൊടുത്ത പാട്ടിന് ഞാനും പാട്ടാ കൊടുത്തേക്കുന്നത്. അന്ന് ഒരു കാര്യം ചെയ്യ്, നീ ഒരു പാട്ട് പഠിക്കേ. തമിഴ് പാട്ടാണ്. പാടേ. എന്നുച്ചയ്ക്കും പാടും ഞാൻ പാട്ടത്ത് ഉറവയില്ലേ. ഈ ഒരു ഉച്ചയ്ക്കും പാടണ്ട, പോയിരിക്കും. ഓ നീ പാടാ, നീ എഴുന്നേറ്റ് പാടും. നീലവാനച്ചോലയിൽ നീന്തിടും ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ എന്റെ മുന്നിൽ കണ്ടുവോ, വരാതെ വന്ന എൻ ദേവ്യേ. ഈ പേര് കൊടുത്തായിരുന്നു? പേര് കൊടുത്തില്ല. കൊടുത്തില്ലേ? കൊടുക്കരുത്. ഫസ്റ്റ് ഉറപ്പാ, ഫസ്റ്റ് ഉറപ്പാ ഞങ്ങക്ക്. ഇതൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യാം. ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ട്. അന്ന് അത് കളിക്കാം. പറഞ്ഞു വരട്ടെ. ആ നാടകം ഞാൻ തന്നെയാണ് രചിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ അവതരിപ്പിക്കണം. അത് നമ്മൾ കളിച്ചാലോടാ. ആരാ രാജാവാകുന്നേ? ഞാൻ രാജാവ്. രാജാവുണ്ട്, മന്ത്രിയുണ്ട്, ഭടനുണ്ട്. ഭടനുണ്ട്. അപ്പൊ നീ രാജാവാകണം. ഞാൻ രാജാവ്. നിനക്ക് മന്ത്രിയാവോടാ? പറ്റുമോ? പറ്റും. ഞാൻ മന്ത്രി. നീ മന്ത്രി. അപ്പൊ കിരണനെ നമുക്ക് പഠനാക്കാം. ടൂർ പോയി. അന്നാ കിരണന്റെ പകരം ഞാൻ ഡമ്മിയായിട്ട് ഇവിടെ പഠനമായിട്ട് നിന്നോളാം. അതല്ല കളിയാ. ഈ നാടകത്തിന് പേരാണ് ഗുരുവിന് പറ്റിയ അബദ്ധം. അങ്ങനെ നോക്കണ്ട, ഞാനിവിടെ പറയുന്ന പോലെ കേട്ടാ മതി കേട്ടോ. അപ്പൊ അവിടോട്ട് ഇറങ്ങിയേക്കാം. അത് ഈ രാജാവാ. ആദ്യം രംഗത്ത് രാജാവ് അട്ടഹസിക്കുന്നു. ഞാൻ രംഗത്ത് രാജാവ് അട്ടഹസിക്കുന്നു. അത് രംഗത്ത് രാജാവ്. രംഗത്തെന്നല്ലേ രാജാവിന്റെ പേര്? രാജാവിന്റെ പേര് ഞാൻ ഇട്ടോ. രംഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. രംഗം 1. അട്ടഹസിക്ക് സമയം കളയാ. എവിടെ മന്ത്രി? എവിടായിരുന്നു മന്ത്രി? സെക്രട്ടേറിയറ്റിലെ മന്ത്രിയാണോ? രാജാവിന്റെ കൊട്ടാരത്തിലെ മന്ത്രിയുടെ കാര്യം പറയുന്നത്. കൊട്ടാരത്തിലെ മന്ത്രി. മന്ത്രി. അപ്പൊ എവിടെയും മന്ത്രി എന്ന് പറയുമ്പം നീ ഇറങ്ങി വേണം. പറഞ്ഞാലും പ്രഭു, ആജ്ഞാപിച്ചാലും പ്രഭു ആജ്ഞാപിച്ചു. യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? പറഞ്ഞ രാജാവ് പറ. യുദ്ധത്തിന് ഭടനായി നിൽക്കുന്ന റെഡി എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന രവി എവിടെ? എടാ, യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്ന ഭടൻ എവിടെ? അത്രയും മതി. നീ വിളിയടാ. ഭടൻ എവിടെ? ഭടൻ ഞാനാ, എന്നെ വിളിക്കണം. ഒറ്റ തവണ വിളിച്ച പട എവിടെ? അത്ര മാത്രം മതി. ഒറ്റ പ്രാവശ്യം ഒരു പാടാ വിളിച്ചങ്ങ് നിർത്ത. ഞാൻ അഭിനയിക്കും. എനിക്ക് നല്ല സഹിച്ചോളാം. കങ്കാരന്റെ കുഞ്ഞാന്ന പാടൻ. പറഞ്ഞാലും പ്രഭു അങ്ങനൊന്നും വന്നാ പറ്റത്തില്ല. അങ്ങനെ ഒക്കത്തില്ല. പാടൻ ഇങ്ങനെ വരണം. പാടം വരും. ഞാനാ ഇത് എഴുതിയത്. അതുകൊണ്ടാ പറഞ്ഞത്. നന്നാകണ്ടേ? ഒന്നോട് വിളിയടാ. ഭടൻ വരട്ടെ. ആജ്ഞാപിച്ചാലും പ്രഭു. ആജ്ഞാപിക്കും. നമ്മുടെ രാജ്യത്തിനെ ഒറ്റുകൊടുത്ത ഈ ഭടന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലു. നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത ഈ ഭടന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നുകളയൂ. കഴുത്തിരിക്കണം. അയ്യോ, തിരികൊളുത്തു വന്ന നിലവിളക്കിന് പിടിച്ച് ഞെരുക്കണ. അങ്ങ് കിട്ടിയ അവസരം അല്ലേടാ. ആച്ചടാ. കൈ കഴിക്കുന്നു. തിരിച്ചു പിടി. അങ്ങനെ അഖിലേ, ഇപ്പൊ കാര്യമായിട്ട് പഠിക്കാം. ഇങ്ങോട്ട് വാ. സാറ് പറഞ്ഞത് എന്താ പണിയാണ് കാണിച്ചേ? അങ്ങനെ ഇപ്പൊ ചത്തുപോയല്ലേ? നല്ല ഒറിജിനാലിറ്റി വേണമെന്നില്ലേ സാറ് പറഞ്ഞേ? ഒറിജിനാലിറ്റി നമുക്ക് ഒന്നുകൂടെ നോക്കിയാലേ സാറേ. ഒന്നും നോക്കണ്ട. എന്റെ നാടകത്തിലിട്ട പേര് പോലെ ഗുരുവിന് പറ്റിയ അബദ്ധം.